ദീർഘകാലം എറണാകുളം ലോക്സഭയെയും ഒപ്പം തന്നെ നിയമസഭാ മണ്ഡലത്തെയും പ്രതിനിധീകരിച്ച കെ.വി. തോമസ് മാഷ് എറണാകുളത്തിൻ്റെ മുഴുവൻ പൾസും അറിയാവുന്ന ആളാണ്. ഇത്തവണ വളരെ നിർണായകമായൊരു തിരഞ്ഞെടുപ്പിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മാഷിനെ പോലുള്ള തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തുമ്പോൾ അതിനെ കുറേ കൂടെ സത്യത്തിനടുത്തു നിന്നുള്ള വിലയിരുത്തലായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ കരുതാം. പക്ഷേ വളരെ നിർണായകമായ തിരഞ്ഞെടുപ്പെന്ന് നമുക്ക് പറയാം. കാരണം കേരളം പൊതുവേ രണ്ടാം ഊഴം ആർക്കും കൊടുക്കാറില്ല. ഇപ്പോൾ മൂന്നാം ഊഴമാണ് ചോദിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ BJP ഒരു വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ പല സ്ഥലങ്ങളിൽ നിർത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ എത്രത്തോളം അങ്ങ് മൊത്തത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ നിരീക്ഷിക്കും? എന്താണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്? 10 വർഷം കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്തിന് ഭരണ നേതൃത്വം കൊടുക്കുക, അത് അഭിമാനകരമാണ്. ആ അഭിമാനം നേടിയെടുക്കാൻ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഭരണ തുടർച്ചയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് 10 വർഷക്കാലം കേരളത്തിലെ ഇതിനു മുമ്പ് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ധാരാളം പദ്ധതികൾ അത് പൂർത്തീകരിക്കുകയും ഇനി അതിൻ്റെ തുടർച്ച ആഗ്രഹിക്കുകയും ചെയ്യുന്ന ജനങ്ങളാണ്. ഇപ്പോൾ വിഴിഞ്ഞം പ്രോജക്റ്റ് ഞാനും കൂടി ഇൻവോൾവായ ഒരു പ്രോജക്റ്റാണ്. ഉമ്മൻചാണ്ടിയാണ് അത് ആഗ്രഹിച്ചത്. പക്ഷേ അത് നടപ്പിലാക്കിയത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ എന്ന ശക്തനായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നില്ലെങ്കിൽ, സപ്പോസ് ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ, ആ പ്രോജക്റ്റ് നടക്കില്ല. ഇന്ന് നടന്നുവെന്ന് മാത്രമല്ല, അതിവേഗതയിൽ രണ്ടാം ഘട്ടത്തിലേക്കും മൂന്നാം ഘട്ടത്തിലേക്കും പോകുന്നു. അതുമാത്രമല്ല, ഈ തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണേണ്ടത് ഈ ഗവൺമെൻറ്റിൻ്റെ 10 വർഷത്തെ ഭരണത്തെക്കുറിച്ച് ഒരു ചെറിയ വിരൽ പോലും ചൂണ്ടാൻ UDF കഴിഞ്ഞിട്ടില്ല. അതിന് പകരം അവർ പറയുന്നത് മുഖ്യമന്ത്രി ചെറ്റേന്ന് വിളിച്ചു, അല്ലെങ്കിൽ BJPയുമായിട്ട് അണ്ടർഗ്രൗണ്ട് ഡീലിങ്സ് ഉണ്ടാക്കി എന്ന് പറയുന്ന തൊലിപ്പുറത്തുള്ള ആരോപണങ്ങൾ, ഒരു കാതലായ ആരോപണങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണ തുടർച്ചയാണ്. അങ്ങ് പറയുന്നത് UDF പറയുന്നതിൻ്റെ വേറൊരു വശമാണ്. UDFൻ്റെ അല്ലാത്തൊരു പദ്ധതിയും വികസന വിഭാവനം ചെയ്യാൻ LDF കഴിഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങ് പറയുന്നത് വിഭാവനം ചെയ്യൽ മാത്രമല്ല, നടപ്പാക്കാൻ വേണമെങ്കിൽ LDF വന്നേ മതിയാകൂ എന്നുള്ള, അല്ലെങ്കിൽ തുടർന്നേ മതിയാകൂ എന്നുള്ള ചിന്താഗതിയാണ്. UDF തുടങ്ങിയ പദ്ധതി ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ വിഴിഞ്ഞം പറയുമ്പോൾ അദ്ദേഹം ഉമ്മൻചാണ്ടി സംഭാവന, പക്ഷേ അത് യാഥാർത്ഥ്യമാക്കി ഒരു പങ്കുള്ള ആളാണ് ഞാൻ. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് കൂടുന്ന യോഗത്തിലാണ് യാഥാർത്ഥ്യമാകുന്നത്. അതിൻ്റെ തുടർച്ച എത്രയോ സമര പരമ്പരകൾ അവിടെ ഉണ്ടായി. അതാണ് നമ്മൾ ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി എങ്കിൽ ഇന്നത്തെ വിഴിഞ്ഞം ഉണ്ടാവില്ല. അതിനോടൊപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, കടക്കണിയെ സംബന്ധിച്ചുള്ള കാര്യമാണ് പ്രധാനമായിട്ടും UDF ഉന്നയിക്കുന്നൊരു കാര്യം. ഒപ്പം തന്നെ സ്വർണ്ണക്കൊള്ള പോലുള്ള ആരോപണങ്ങളും ഉന്നയിക്കുന്നത്. ഇതൊക്കെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും? ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തില്ലേ ഈ കാര്യങ്ങളെല്ലാം? അത് അങ്ങനെ ആരോപണം ഇല്ലല്ലോ. ഉണ്ടോ? കടക്കണി ഒന്ന് എടുത്തു നോക്കി. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളും എടുത്താൽ ഏറ്റവും കുറഞ്ഞ കടക്കണി എവിടെയുള്ളത്? കേരളത്തിലല്ലേ. കടമുണ്ടാകും. കേന്ദ്ര ഗവൺമെൻറ് വലിയ കടമുള്ള രാജ്യമാണിത്, വലിയ കടം. പക്ഷേ അതൊക്കെ നേരിട്ടുകൊണ്ട് സാമ്പത്തികമായി വളർച്ചയുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഏറ്റവും മാതൃകാ സംസ്ഥാനമാണ്. വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും, ആരോഗ്യ രംഗത്താണെങ്കിലും, അടിസ്ഥാന സൗകര്യങ്ങൾ രംഗത്താണെങ്കിലും, ക്രമസമാധാനമാണെങ്കിലും കേരളം മുമ്പ്, ഇത് എൻ്റെ കണക്കല്ല, ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കണക്കാണ്. ഇത്തവണ പതിവിന് വിരുദ്ധമായിട്ട്, അല്ലെങ്കിൽ പതിവിൽ നിന്ന് കുറേ കൂടി ശക്തരായ സ്ഥാനാർത്ഥികളെ BJPക്ക് അണിനിരത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നേമത്ത് നല്ല മത്സരമുണ്ട്, കഴക്കൂട്ടത്തുണ്ട്, പാലക്കാടുണ്ട്, തൃശ്ശൂരുണ്ട്, പല മേഖലകളിലും നല്ല മത്സരമുണ്ട്. ഇത് ശരിക്കും ഇടതുമുന്നണിക്ക് ഗുണമാവുമോ? അതുപോലെ ഇപ്പോൾ 2020 പോലുള്ള സ്ഥാനാർത്ഥി, ഇപ്പോൾ എറണാകുളത്ത് തന്നെ 9 സീറ്റുകൾ 2020ക്കാണ് NDA കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് LDFന് സഹായകരമാവോ? കോൺഗ്രസിൻ്റെ ശക്തി കോട്ടയാണ്. കഴിഞ്ഞ പ്രാവശ്യം 14-ൽ 5 LDFന് കിട്ടി. അതിലൊന്ന് കൂടുകയല്ലാതെ LDFന് കുറയില്ല. ആ രീതിയിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട്. ഇതാണ് എറണാകുളത്തെ സ്ഥിതി. കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രം എന്ന് പറയാം. മാത്രമല്ല, അധികാരത്തിൽ കടന്നു വരണമെങ്കിൽ ഇപ്പോഴുള്ള UDFൻ്റെ സീറ്റുകൾ നിലനിർത്തുകയും 33 സീറ്റ് കൂടുതൽ കിട്ടണം. അതിന് എറണാകുളത്ത് അവർ പ്രതീക്ഷിക്കുന്ന 14-ൽ 14ആണ്. 14 കിട്ടുമോ? അതിനൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. എന്നും ആയിക്കോട്ടെ. 14 ഞാൻ 5-ന് മുകളിൽ കാണുന്ന ആളാണ്, 6-ന് മുകളിൽ കാണുന്ന ആളാണ്. ഇത് നല്ല കോൺഫിഡൻസ് ഉണ്ട്. 6-ന് മുകളിൽ എറണാകുളത്ത് കിട്ടും. ഞാൻ ചുമ്മാ പറയുന്നതല്ല. പഠിച്ചതിന് ശേഷം ഈ കോൺസ്റ്റിറ്റ്യുവൻസിയെ കഴിഞ്ഞ 50 വർഷക്കാലം അറിയുന്നയാളാണ് ഞാൻ. എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. 6-ന് മുകളിലല്ല, 6 താഴെ പോകില്ല. പക്ഷേ ഇവിടെ കുറേ കൂടെ നല്ല സ്ഥാനാർത്ഥികളെ പല സ്ഥലങ്ങളിൽ നിർത്തിയിരുന്ന ജയസാധ്യത കൂടിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മുൻ മേയർ ഉണ്ടായിരുന്നു, സ്വരാജുണ്ട്, അങ്ങുണ്ട്. അങ്ങയുടെ പേരൊക്കെ അങ്ങനെയൊക്കെ ഇപ്പോഴും നല്ല സ്വാധീനങ്ങളുണ്ടായിരുന്നു. പല കാര്യങ്ങളുണ്ട്. സ്ഥാനാർത്ഥിത്വം നിർത്തും, പാർട്ടിക്ക് പല കാര്യങ്ങളും നോക്കേണ്ടി വരും. അപ്പോൾ അതിൽ അവർക്ക് ഏറ്റവും ബെറ്ററാണ്. ഇപ്പോൾ എല്ലാവരും ഇവിടെ ബേബി സഖാവ് ഒരിക്കലും വന്നപ്പോൾ പത്രക്കാർ ചോദിച്ചു, എന്താ തോമസ് മാഷ് മത്സരിക്കുന്നുണ്ടോ? അപ്പോൾ എന്താ ബേബി സഖാവ് പറഞ്ഞത്? ബേബി എൻ്റെ വളരെ അടുത്ത ഞങ്ങളെല്ലാം സ്ഥാനാർത്ഥികളാണ്. മത്സരിക്കണമെന്നില്ല സ്ഥാനാർത്ഥിയാകാൻ. ഞങ്ങളൊക്കെ 24 മണിക്കൂർ വർക്ക് ചെയ്യാണ് കേരളത്തിൽ 140 നിയോജകമണ്ഡലത്തിൽ. ഇപ്പോൾ നിയമത്തെക്കുറിച്ച് പറഞ്ഞു.
ബെറ്റായിട്ട് എനിക്ക് പറയാൻ പറ്റും നിയമത്ത് ജയിക്കാൻ പോകുന്ന ശിവൻകുട്ടിയാണ്. യാതൊരു സംശയമില്ലെന്ന് കരുതി. ഒരു സംശയം എനിക്കില്ല. അത് ഞാൻ പറയാറില്ല സാധാരണ. ഞാൻ നിയമത്ത് പോയി ഇപ്രാവശ്യം കിഴക്കൻ മലകയറ്റം, മലയാറ്റൂരിൻ്റെ കിഴക്കൻ മലകയറ്റം പോയി അതിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. അവിടെ പ്രദേശത്ത് വ്യാപകമായി പോകുന്നു. എനിക്ക് ഒരു വിശ്വാസക്കുറവ് ശിവൻകുട്ടി വരും. അപ്പൂപ്പൻ, മന്ത്രി അപ്പൂപ്പൻ എന്ന് കുട്ടികൾ പറയുക. പക്ഷേ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പ്രകടനത്തെയും ഒപ്പം തന്നെ അവരുടെ വിജയസാധ്യതയൊക്കെ ബാധിക്കില്ലേ? അങ്ങനെ ഇല്ലല്ലോ. അങ്ങനെ ഒരു ഗവൺമെൻറ്റിൻ്റെ വിരുദ്ധ സമീപനം ഉണ്ടെന്ന് UDF പറയണ്ടോ? അവരുടെ എന്താ ഈ തിരഞ്ഞെടുപ്പിൽ സാധാരണ നമ്മുടെ അജണ്ട സെറ്റ് ചെയ്യണം എങ്ങനെയാണ്? ഭരണവിരുദ്ധം. ഇപ്പോൾ അങ്ങനെ ഒരു സെറ്റുണ്ടോ? UDF അങ്ങനെ ഒരു LDF അതിൽ പറയാൻ കഴിയും? ഇപ്പോൾ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിൻ്റെ വെല്ലുവിളി സ്വീകരിച്ചില്ല ചർച്ച ചെയ്യാൻ വികസനത്തെക്കുറിച്ച്. അങ്ങനെ ധൈര്യത്തോടുകൂടി മുഖ്യമന്ത്രിക്ക് ഒരു ഇലക്ഷൻ സമയത്ത് എന്തുകൊണ്ട് കഴിയുന്നു? ആത്മാർത്ഥമായ വിശ്വാസം ഉണ്ടാക്കാരുത് ജനങ്ങളോടൊപ്പമുള്ള ഗവൺമെൻറ്റായത്. അങ്ങനെ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ ഒരു മനസ്സെന്ന് പറഞ്ഞാൽ ഈ മാറി മാറി കുത്തി ശീലിച്ചൊരു സ്വഭാവമുണ്ട്. കഴിഞ്ഞ തവണ അത് മാറി. പക്ഷേ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം നിറഞ്ഞൊരു പ്രതിച്ഛായ അതൊരു തിരിച്ചടിയാകാൻ സാധ്യതയില്ലേ? മുഖ്യമന്ത്രി പ്രതിഷ്ഠയാണ് ഏറ്റവും വലുത്. എല്ലാവർക്കും അറിയാം. പിണറായി വിജയൻ്റെനോടൊപ്പം നിൽക്കാൻ പറ്റിയൊരു നേതാവിനെ പറയും ആരാണ് UDF ഇന്നയാളാണെന്ന് പറയാൻ പറ്റൂ? കേരളത്തിലില്ല. കേരളത്തിലെ ഈ രാഷ്ട്രീയക്കാരുടെ ഏറ്റവും തലക്കനമുള്ള ഒരാളാണ് പിണറായി വിജയൻ. അതുതന്നെയാണ് ഈ മുന്നണിയുടെ വിജയവും തുടർ ഭരണത്തിൻ്റെ സാധ്യതയും. കോൺഗ്രസ് പ്രതീക്ഷയിലാണ് 100-ലധികം സീറ്റുകൾ എന്നുള്ളത്. അവിടെ കോൺഗ്രസിൽ തന്നെ ഒരുപാട് മുഖ്യമന്ത്രിമാർ റെഡിയായിട്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ കോൺഗ്രസിന് സാധ്യതയുണ്ടെങ്കിൽ തന്നെ ആർക്കായിരിക്കും? രമേശ് ചെന്നിത്തലയ്ക്കോ KC വേണമല്ലോ ആർക്കായിരിക്കും സാധ്യത? അല്ല, അത് ഇന്നലെ ഒരു മുഖ്യമന്ത്രി എറണാകുളത്ത് വന്നിട്ട് പോയല്ലോ, മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ചുകൊണ്ട്. എന്നെ തിരുത്തത്തോമെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹമാണത്. എന്നെ 25 വർഷമായിട്ടുള്ള തിരുത്തത്തോമ, എനിക്കതിൽ വിഷമം തോന്നിയിട്ടില്ല. പക്ഷേ എനിക്ക് വിഷമം തോന്നിയത് നാളെ മുഖ്യമന്ത്രിയാൻ തലക്കെട്ടിട്ടിരിക്കുന്ന ഒരാൾ വന്നിട്ട് ഈ സമൂഹത്തെ അപമാനിച്ചിട്ടാണ് പോയത്. ഇവരൊക്കെയാണോ നാളെ ഈ സംസ്ഥാനം ഭരിക്കാൻ പോകുന്നത്? അങ്ങ് പിന്നെ കെ കരുണാകരനുമായിട്ട് വളരെ അടുത്ത് നിന്ന ഒരു വ്യക്തിത്വമാണ്. ഇപ്പം നോക്കുമ്പോൾ കെ കരുണാകരൻ്റെ ഒരു പുത്രൻ കോൺഗ്രസിലും ഒരാൾ BJPയിലാണ്. BJPയുടെ ഒരു സാധ്യത പത്മജയുടെയൊക്കെ തെരഞ്ഞെടുപ്പിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അവിടെ സാധ്യതയുണ്ടോ? ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ പത്മജ എന്ന് പറഞ്ഞത് എൻ്റെ സഹോദരിയാണ്. മുരളി എൻ്റെ സഹോദരനാണ്. ഞങ്ങൾ ആ കുടക്കീഴിൽ വന്ന ലീഡറുടെ കുടക്കീഴിൽ. അപ്പോൾ അതുകൊണ്ട് ആ കുടുംബത്തെ ഞാൻ ഒരു കാരണവശാലും കുറ്റം പറയത്തില്ല. പക്ഷേ അവർക്ക് അവരുടേതായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്. ലീഡർ വ്യക്തമായ കാഴ്ച. ഇനി ഞാൻ കണ്ടിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഏറ്റവും കരുത്തനാണ്. അത് ഞാൻ പലപ്പോഴും പറയാൻ, ഞാൻ കെ കരുണാകരനെ കണ്ടതിന് ശേഷം പിന്നെ കാണുന്ന ഒരാൾ പിണറായി വിജയനാണ്. ഞാൻ അദ്ദേഹത്തെ അടുക്കുന്ന ആ ഒരു കാഴ്ചപ്പാട് കൂടി കൊണ്ടുകൊണ്ടാണ്. ലീഡറും അതുപോലെ തന്നെ ഒരു തീരുമാനമെടുത്ത് ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ളവരാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ത്യയിൽ മുഴുവൻ കോൺഗ്രസ് തകർന്നപ്പോൾ കേരളത്തിൽ പിടിച്ചു നിന്നു കരുണാകരൻ കരുത്തനായ സാധ്യത. അതുപോലെ തന്നെ ഒരാളാണ് പിണറായി വിജയൻ. പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ എല്ലാ പാർട്ടികളുമായിട്ട് നല്ല ബന്ധമുള്ളതാണ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ LDFൻ്റെ ഒരു ഡൽഹി പ്രതിനിധിയായിട്ട് തന്നെ അദ്ദേഹം താങ്കളെ നിശ്ചയിച്ചത്. പൊതുവേ പക്ഷേ BJP കേരളത്തിൽ വളരുന്നില്ല. BJPയുടെ സാധ്യത കൂടുന്നില്ല. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? BJP എങ്ങനെ വളരും? ന്യൂനപക്ഷ സമുദായങ്ങളുടെ വിശ്വാസം തേടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെയാണ് കയറി പിടിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷ സമുദായങ്ങളുടെ മതത്തിൻ്റെയും ജാതിയുടെയും കൺവർഷൻ്റെയും പേരിൽ കയറി പിടിക്കുക. ഒരു വിശ്വാസം വേണ്ടേ? അത് BJPക്കില്ല. കോൺഗ്രസ് വീണ്ടും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരുമെന്നുള്ള പൂർണ്ണമായ ഒരു വേറെ മാർഗ്ഗമില്ലല്ലോ. പ്രതിപക്ഷം അത് മാത്രമല്ല, കോൺഗ്രസ് അവിടെ എനിക്ക് ദുഃഖം. ഞാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർത്ത ആളല്ല. ഞാൻ ഇന്നൊരു കോൺഗ്രസ് വികാരമുള്ള നെഹ്റുവിയൻ സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്ന. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യക്ക് രൂപം നൽകിയത്. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റായിരുന്നു. റഷ്യൻ മോഡലിലെ പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നയാളാണ്. അപ്പോൾ ആ കോൺഗ്രസിനോട് എനിക്ക് ഒരു വലിയ ഇഷ്ടവും കടപ്പാടുമുണ്ട്. പക്ഷെ ആ കോൺഗ്രസ് തകരുന്നു. നാളെ ഈ ഇലക്ഷനിൽ കൂടി തോറ്റു കഴിഞ്ഞാൽ പിന്നെ എവിടെ തപ്പി നോക്കിയാൽ കോൺഗ്രസ് ഉണ്ടാവുമോ? എത്ര വോട്ടിൻ്റെ ഒരു മെജോറിറ്റിയാണ് ഇത്തവണ? ഇനി മൂന്നാം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം കുറയാനാണോ കൂടാനാണോ സാധ്യതയുള്ളത്? തീർച്ചയായിട്ടും കൂടല്ലാതെ മാർഗം. കാരണം ഒരു ഭരണവിരുദ്ധ തരംഗമില്ല. ഉണ്ടെങ്കിൽ ഈ ചാനൽ ചർച്ചകളൊക്കെ നടക്കുന്നില്ലേ? ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ ഗവൺമെൻറ് ഭരണം പാളിപ്പോയി, ജനവിരുദ്ധ ഗവൺമെൻറ്റാണെന്ന് പറയുന്ന ആർക്കെങ്കിലും കഴിയുമോ? ഇപ്പോൾ നമ്മുടെ പല ആരോപണങ്ങളുണ്ടായിട്ട് ശബരിമല ഉൾപ്പെടെ, അതൊക്കെ എല്ലാവർക്കും അറിയാം. ഇതൊക്കെ സാധാരണ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടായതാണ്. ഈ ഗവൺമെൻറ് അതിനൊന്നും ഉത്തരവാദിയല്ല. തീർച്ചയായിട്ടും നിരവധി ഏതാണ്ട് 84 മുതൽ നമ്മുടെ മണ്ഡലങ്ങളെ പ്രതികരിക്കുകയും ലോക്സഭയിലും നിയമസഭയിലുമൊക്കെ ശബ്ദമാവുകയും ചെയ്താണ്. മാഷ് വിലയിരുത്തുന്നത് തീർച്ചയായും ഒരു മൂന്നാം ടൈം പിണറായി സർക്കാർ തന്നെ വരുമെന്നാണ്, LDF സർക്കാർ തന്നെ വരുമെന്നാണ്. എന്തായാലും നമുക്ക് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മാഷിൻ്റെ ഈ വാക്കുകൾ, ഈ വിലയിരുത്തലിനെ നമുക്ക് ഒന്നുകൂടി പരിശോധിക്കാം. ക്യാമറമാൻ P. ശശികാന്തിനൊപ്പം ശ്രീജിത് നായർ, അമൃത ന്യൂസ്, കൊച്ചി.